ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കുന്നംകുളം കിഴൂർ പൂരത്തിനിടെ കമ്മിറ്റികൾ തമ്മിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി. ആനകളെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് ആദ്യം പ്രവേശിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കൊടകര കുഴൽപ്പണ കേസിന്റെ വിചാരണ കൊച്ചിയിലെ PMLA കോടതിയിലേക്ക് മാറ്റണമെന്ന് ED. ഷൊർണൂർ തൃശൂർ റെയിൽപാതയിൽ ഗുഡ്സ് ട്രെയിനിന്റെ വീൽ സ്ലിപ്പായതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം മണിക്കൂറോളം തടസ്സപ്പെട്ടു. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ 1 മണിക്കൂറോളം നിർത്തിയിട്ടു. പേരാമംഗലത്ത് ഹോൺ അടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ 3 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. കേച്ചേരി സ്വദേശി കൃഷ്ണകിഷോറാണ് പിടിയിലായത്. വാർത്തകളിലേക്ക് വിശദമായി. കുന്നംകുളം കിഴൂർ പൂരത്തിനിടെ സംഘർഷം. 2 വിഭാഗം കമ്മിറ്റികൾ തമ്മിൽ ഏറ്റുമുട്ടി. ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതോടെ സംഘർഷം കൂട്ടത്തല്ലിലേക്ക് വഴിമാറി. സംഘർഷത്തെ തുടർന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ലാത്തി വീശി. ആനകളെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതും ആര് ആദ്യം പ്രവേശിപ്പിക്കുന്നു എന്നതിനെ ചൊല്ലിയാണ് ആദ്യം തർക്കമുടലെടുത്തത്. പിന്നീടാണ് സംഘർഷമുണ്ടായത്. കൊടകര കുഴൽപ്പണ കേസ് EDയുടെ കോടതിയിലേക്ക് മാറ്റണമെന്ന അപേക്ഷ. ED പ്രോസിക്യൂട്ടറാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. PMLA കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതിയിൽ ED അപേക്ഷ നൽകിയത്. കേസ് ED കോടതിയിലേക്ക് മാറ്റരുതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ വാദിച്ചു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുവന്ന 3.5 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. 22 പേരാണ് പ്രതികൾ. കവർച്ചാ കേസ് EDയുടെ പരിധിയിൽ വരില്ലെന്നാണ് വാദം. ഷൊർണൂർ തൃശൂർ റെയിൽപാതയിൽ ഗുഡ്സ് ട്രെയിനിന്റെ വീൽ സ്ലിപ്പായതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 8:15 പാലക്കാട് ഭാഗത്തേക്ക് കൽക്കരിയുമായി പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിൻ വീൽ സ്ലിപ്പായതിനെ തുടർന്ന് അകമലയിൽ വെച്ച് തകരാറിലായത്. അമിത ഭാരത്തെ തുടർന്നാണ് വീൽ സ്ലിപ്പിംഗ് സംഭവിച്ചതെന്നാണ് നിഗമനം. ട്രാക്കിൽ പിടുത്തം കിട്ടാതെ വീലുകൾ വേഗത്തിൽ കറങ്ങുന്നതാണ് വീൽ സ്ലിപ്പിംഗ്. ഇതേ തുടർന്ന് വന്ദേ ഭാരത് 1 മണിക്കൂർ വൈകിയാണ് സർവീസ് നടത്തിയത്. നിലമ്പൂർ പാസഞ്ചർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ 1 മണിക്കൂറോളം നിർത്തിയിട്ടു. ഒല്ലൂർ ഭാഗത്തു നിന്നും മറ്റൊരു എഞ്ചിൻ എത്തിച്ചാണ് ഗുഡ്സ് ട്രെയിൻ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഹോൺ അടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ 3 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിലായി. കേച്ചേരി സ്വദേശി കൃഷ്ണകിഷോറിനെയാണ് പേരാമംഗലം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. മുണ്ടൂർ സ്വദേശികളായ അച്ഛനും മകനും സുഹൃത്തിനുമാണ് കുത്തേറ്റത്. മുണ്ടൂരിലെ പച്ചക്കറിക്കടയിലെ ജീവനക്കാരനാണ് പ്രതി. 2 ബൈക്കുകളിലായി പോവുകയായിരുന്ന സംഘത്തിൽ ഒരാൾ ഹോൺ അടിച്ചതിൽ അക്രമി പ്രകോപിതനാവുകയായിരുന്നു. തുടർന്ന് ബൈക്ക് തടഞ്ഞു നിർത്തിയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 9ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ TP രവീന്ദ്രന് വാഹനാപകടത്തിൽ പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മാള പള്ളിപ്പുറം പോസ്റ്റ് ഓഫീസിന് സമീപം വെച്ചായിരുന്നു അപകടം. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന രവീന്ദ്രനെ കാർ ഇടിക്കുകയായിരുന്നു. 6 വാരിയലുകൾക്ക് ഒടിവും ശ്വാസകോശത്തിൽ രക്തസ്രാവവും ഉണ്ടായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണമ്പേട്ടയിൽ ശക്തമായ കാറ്റിൽ കാറിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. വട്ടണാത്ര ഹെൽത്ത് സെന്ററിന് സമീപം കള്ളിപ്പറമ്പിൽ ഡേവിസിന്റെ വീട്ടുമുറ്റത്ത് തെങ്ങാണ് കടപുഴകി വീണത്. കാർ ഭാഗികമായി തകർന്നു. സമീപത്തെ കള്ളിപ്പറമ്പിൽ പോളിയുടെ വീട്ടുമതിലും ഗേറ്റും തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിയിൽ നിന്ന് റോഡിലേക്ക് കരിങ്കല്ല് തെറിച്ചു വീണു. കോട്ടപ്പുറം കുരിശുപള്ളിക്ക് സമീപമുള്ള വളവിലാണ് വലിയ കരിങ്കല്ല് റോഡിൽ വീണത്. നാട്ടുകാർ കല്ല് അരികിലേക്ക് എടുത്തുമാറ്റി. അനുവദനീയമല്ലാത്ത അളവിൽ കല്ല് കയറ്റി അമിത വേഗതയിലാണ് ടോറസുകൾ സഞ്ചരിക്കുന്നത്. മുട്ടിക്കലിൽ പ്രവർത്തിക്കുന്ന ക്വാറിയിൽ നിന്നാണ് കല്ല് കയറ്റി വരുന്നത്.
ഓവർലോഡും അമിത വേഗതയും തടയാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ലോറി ടോറസിലാണ് ഏറ്റവും കൂടുതൽ കരിങ്കല്ല് ഇപ്പോൾ നമ്മളതിനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടോറസിൽ അതിൻ്റെ ബോഡി ലെവലിനായിട്ടും കവർ ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ഫുള്ളായിട്ട് കൂട്ടിയിട്ടിട്ട് കൂട്ടിയിട്ട് തെറിച്ച് വീണ കഷ്ണമാണ് ഈ കിടക്കുന്നത്. ഇതൊരാളുടെ മേത്തേക്ക് വീണ് കഴിഞ്ഞാൽ അങ്ങോട്ടേ കഥ കഴിയും. പിന്നെ വെറുതെ റഫായിട്ടുള്ള ഈ കോൺട്രാക്ട് പണിക്ക് കെട്ടണ അധികം മറമ്പ കെട്ടണമായിട്ടുള്ള ഷീറ്റാണ് അവർ ഇടുന്നത്. പിന്നെ അവർ യാതൊരു ശ്രദ്ധയില്ല. എല്ലാവരും ചെവിട്ടിലും ഇയർഫോണും മൊബൈലാണ് കയ്യിൽ. ഈ കല്ല് വീണോ കല്ല് മുകളിലേക്ക് പൊന്തിച്ച് നിൽക്കണ്ടോ എന്നുള്ളത് അവർക്ക് ശ്രദ്ധയില്ല. അങ്ങനെ വീണ സാധനമാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് തൊട്ട് മങ്ങാട്ടുനിന്ന് പാസ് ചെയ്ത ഏതൊരു വണ്ടിയിൽ നിന്ന് വീണ സാധനമാണ് ഇത്. അതിനെതിരെ എന്തായാലും ഒരു നടപടി ഉണ്ടാവും വേണം. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതൊരു മെയിനായിട്ടൊരു കാര്യം കൂടെ ഉണ്ടാവണം. ഇളവള്ളി പണ്ടറക്കാട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. തൊഴിലാളികളായ കരുമത്തിൽ ലത, നാലുപുരയ്ക്കൽ രാധ, ഒവാട്ട് വിജയൻ, രക്ഷാപ്രവർത്തനത്തിനെത്തിയ സുധീഷ് മാടത്തിങ്കൽ എന്നിവർക്കാണ് കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ശുചിമുറി ബ്ലോക്കിന്റെ നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയുമുള്ളതായി കോൺഗ്രസ് ആരോപിച്ചു. അപാകത മറച്ചുവെക്കാനാണ് വിദ്യാർത്ഥികളെ പ്രതികളാക്കാൻ ശ്രമം നടത്തുന്നത്. നിരപരാധികളായ കുട്ടികളെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് DCC സെക്രട്ടറി VK രഘുസ്വാമി പറഞ്ഞു. കുട്ടികൾക്കെതിരെയുള്ള പോലീസ് നടപടിക്കും നിർമ്മാണത്തിലെ അഴിമതിക്കുമെതിരെ DGPക്കും വിജിലൻസിനും പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. KSU നിയോജകമണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട്, യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ പഴയന്നൂർ പോലീസ് പിടികൂടി. കൊണ്ടാഴി കേരകക്കുന്ന് കുച്ചേടത്ത് വയൽവീട്ടിൽ സിബി ബേബിയാണ് പിടിയിലായത്. 2023 കൊണ്ടാഴിയിൽ ബന്ധുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഒറ്റപ്പാലത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. പഴയന്നൂർ പോലീസ് CI KA മുഹമ്മദ് ബഷീറിന് നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കുണ്ടുകാട് BSNL മൊബൈൽ ടവറിന് സമീപം സ്ഥാപിച്ച ജനറേറ്റർ കത്തിനശിച്ചു. 15 കിലോവാട്ടിന്റെ ജനറേറ്ററാണ് കത്തിനശിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോടാലി അന്നാംപാടത്ത് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മണപ്പുറത്ത് വീട്ടിൽ 38 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്ന ഇയാൾ കഴിഞ്ഞ രാത്രി വീട്ടുമുറ്റത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് വീടിന് സമീപത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. കരുവന്നൂർ പുഴയിൽ ചാടിയയാളുടെ മൃതദേഹം കണ്ടെത്തി. കരുവന്നൂർ ചെറിയ പാലം ഗ്രീൻ ഗാർഡൻ സ്വദേശി കടുങ്ങാട്ട് പറമ്പിൽ അബ്ദുൾ സത്താറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ആറാട്ടുകടവിൽ കാണാതായത്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ തൃശൂരിൽ നിന്നും സ്കൂബ ടീം എത്തി നടത്തിയ തെരച്ചിലാണ് കടവിന് സമീപത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ചെമ്പൂത്തറയിൽ യുവാവിനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കനാൽപ്പുറം സ്വദേശി വട്ടപ്പറമ്പിൽ പുത്തൻപുര വീട്ടിൽ 44 വയസ്സുള്ള രതീഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. പീച്ചി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ദേശപ്പോര്. വടക്കാഞ്ചേരി നഗരസഭയിലെ എങ്കക്കാട് ഡിവിഷനിൽ പോരാട്ടം കനക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി LDFന്റെ കയ്യിലുള്ള സീറ്റ് പിടിക്കാൻ കൈമെയ് മറന്നുള്ള പോരാട്ടത്തിലാണ് UDF. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്.
വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചതു മുതൽ വികസന സേവന രംഗങ്ങളിൽ കൈവരിക്കാനായ പുരോഗതി എടുത്തുപറഞ്ഞാണ് ഇടത് പ്രചരണം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായതും റോഡുകളുടെ നിലവാരം ഉയർത്തിയതും ഭരണ നേട്ടമായി LDF ചൂണ്ടിക്കാണിക്കുന്നു. നഗരസഭ രൂപം കൊണ്ടതിന് ശേഷം നഗരസഭയും ഈ ഡിവിഷനും ഇത് 2 തവണയും LDF സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിന്ന് ജനപ്രതിനിധികളായി പോയിട്ടുള്ളത്. 3ാം വട്ടവും വടക്കാഞ്ചേരി നഗരസഭയും ഈ ഡിവിഷനും ഹാട്രിക് വിജയം നേടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ ഈ നാടാകെ തന്നെ LDFിൻ്റെ കൂടെയുണ്ട്. തീർച്ചയായും ഒരു വലിയ വിജയം ഇടതുപക്ഷത്തിനുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിവിഷൻ പിടിച്ചെടുക്കാൻ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് PK വിജയനെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. 32 വർഷമായി നാട്ടിൽ കേബിൾ TV നടത്തുന്ന വിജയനെ എല്ലാവർക്കും പരിചിതമായതിനാൽ അത് നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. റോഡുകളുടെ ശോചനീയാവസ്ഥ, കുടിവെള്ളക്ഷാമം, വികസന മുരടിപ്പ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് പ്രചരണം. കഴിഞ്ഞകാല വികസന മുരടിപ്പ് ഞങ്ങൾക്ക് എടുത്ത് കാണിക്കാനുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. കാരണം കേവലം ഒരു 1-2 റോഡുകളുടെ കട്ടവിരി നടന്നിട്ടുണ്ടെന്നല്ലാതെ പിന്നെ പ്രത്യേകിച്ചൊന്നും നടന്നായിട്ട് എനിക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ നടന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ മോശമാണ്. എനിക്ക് അവിടെ ഒരു വികസന മുരടിപ്പ് തന്നെ ഉള്ളത്. സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾക്ക് അനുകൂലമാവും. മാത്രമല്ല കുടിവെള്ളം ഒരു വലിയ വിഷയമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ കുടിവെള്ളം കിട്ടാതെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ജനുവരി തൊട്ട് ഏകദേശം മെയ് അവസാനം ജൂൺ വരെ കുടിവെള്ളം കിട്ടില്ല. മഴ പെയ്താലും കുടിവെള്ളം കിട്ടും. അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ നാടിൻ്റെ. അപ്പോൾ അത് തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് M. ഹരികിരണാണ് NDA സ്ഥാനാർത്ഥി. NDAക്ക് അവസരം നൽകിയാൽ കേന്ദ്ര പദ്ധതികൾ കൂടുതലായി ഡിവിഷനിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. കേന്ദ്ര മന്ത്രാലയത്തിലേക്കുള്ള വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ആക്സസുകളും എല്ലാം ചെയ്തുകൊണ്ട് ഞാനതുകൊണ്ടാണ് പ്രകടന പത്രികയിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടെന്ന് പറയാൻ കാരണം. സ്വാധീനം എന്നുള്ളത് തെറ്റായിട്ടുള്ള നിർവചനമാണെന്ന് പറയുന്നുണ്ടായി. സ്വാധീനം എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു വാക്കല്ല. സ്വാധീനം എന്നുള്ളത് നല്ലൊരു വാക്കാണ്. ആ സ്വാധീനം ചെലുത്തിക്കൊണ്ട് റെയിൽവേ ഓവർബ്രിഡ്ജ് എന്തായാലും കൊണ്ടുവരുന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, കാളിക്കാവിൻ്റെ പ്രോജക്റ്റ്, ഇത് 3 എൻ്റെ പ്രൈമറി പ്രോജക്റ്റുകൾ 3. അത് ഈ വരുന്ന ജയിക്കുന്ന പക്ഷം 3 വർഷത്തിനുള്ള പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കാർഷിക ഗ്രാമമായ കാറളം പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പോരിന് പതിവിലും വാശി. 45 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ജീവൻ മരണ പോരാട്ടത്തിലാണ് UDFും NDAയും. നിലവിൽ LDF 12, BJP 2, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പുനർവിഭജനത്തിൽ ഒരു വാർഡ് കൂടിയ പഞ്ചായത്തിൽ ഇത്തവണ 16 വാർഡുകളിലേക്കാണ് പോരാട്ടം. അരനൂറ്റാണ്ടിലേക്ക് നീളുന്ന ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് LDF തെരഞ്ഞെടുപ്പ് കളത്തിൽ ചുവടുവയ്ക്കുന്നത്. കാർഷിക മേഖലയിലെ വികസനം, റോഡുകളുടെ നവീകരണം, സർക്കാരിന്റെ വിവിധ വികസന പദ്ധതികൾ തുടങ്ങിയവ നിരത്തിയാണ് ഇടതുമുന്നണിയുടെ പ്രചരണം. BJP ശക്തമായ സാന്നിധ്യമായ പഞ്ചായത്താണ് കാറളം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 ജയിച്ച BJP 9 വാർഡുകളിൽ 2ാം സ്ഥാനത്തായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം നൽകാനായത് അവരുടെ പ്രതീക്ഷകൾക്ക് തിളക്കം പകരുന്നു. UDF ആകട്ടെ ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചാണ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുക അവർക്ക് അഭിമാന പ്രശ്നമാണ്. ഭരണം നേടുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറുകയോ ചെയ്യാൻ ഇത്തവണ കഴിയുമെന്നാണ് UDF കണക്കുകൂട്ടൽ. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരെ കേരളം പ്രതികരിക്കുമ്പോൾ മറ്റത്തൂരിലടക്കം CPMന്റെ വിക്കറ്റുകൾ വീഴുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കൊടകര ഡിവിഷൻ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PG ജയന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി കോടാലിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. BJP സ്ഥാനാർത്ഥികളുടെ വിജയം നാടിന്റെ ആവശ്യമാണ്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത BJP നിലപാടിന് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ട്. കേന്ദ്ര പദ്ധതികൾ ഗ്രാമീണ വികസനത്തിന് ആവശ്യമാണെന്നും അത് നേടിയെടുക്കാൻ BJP ഭരണത്തിൽ വരേണ്ടതുണ്ടെന്നും
ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശ്രീധരൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു. NDA ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. TCV കൊടകര. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ED കണ്ടുകെട്ടിയ 100 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇരിങ്ങാലക്കുട നഗരസഭയിലെ BJP സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മാപ്രാണത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ NDA പ്രകടന പത്രിക സുരേഷ് ഗോപി പ്രകാശനം ചെയ്തു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി KP സന്ദീപിനായി മന്ത്രി K രാജൻ അന്തിക്കാട് പ്രചരണം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, മുതിർന്ന നേതാവ് TK മാധവൻ, CPM നേതാവ് VA ദിവാകരൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. അന്തിക്കാട് പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് മന്ത്രി K രാജൻ. 6ാം വാർഡ് സ്ഥാനാർത്ഥി CK കൃഷ്ണകുമാർ, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ജ്യോതിലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി KN സലിജ എന്നിവർക്ക് വോട്ട് തേടിയാണ് മന്ത്രി എത്തിയത്. ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ NDA സ്ഥാനാർത്ഥി അക്ഷയ് കൃഷ്ണയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് തൃപ്രയാർ ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ സ്വീകരണം നൽകി. മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടെന്ന് അക്ഷയ് കൃഷ്ണ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രിയങ്കയും വാർഡുതല സ്ഥാനാർത്ഥിയും സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മണത്തലിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ നടന്ന പൊതുസമ്മേളനം MLA സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഫിറോസ് P തൈപ്പറമ്പിൽ അധ്യക്ഷനായി. NK അക്ബർ MLA, ഗീതാ ഗോപി, ഷീജ പ്രശാന്ത്, RT ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നമ്മുടെ 33 വാർഡ് ഈ വരുന്ന 13-ാം തീയതി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ പ്രദേശത്ത്. കുന്നംകുളം ആർത്താറ്റ് LDF സ്ഥാനാർത്ഥി സുജ ജെയ്സന്റെ പ്രചരണാർത്ഥം വോട്ടഭ്യർത്ഥനയുമായി റവന്യൂ മന്ത്രി K രാജൻ. സ്ഥാനാർത്ഥി സുജ ജെയ്സിനൊപ്പം ചരിത്ര പ്രാധാന്യമുള്ള ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, ഹോളി ക്രോസ് പള്ളികളിൽ മന്ത്രി സന്ദർശനം നടത്തി. ആർത്താറ്റ് കിഴക്കുമുറി കുടുംബയോഗത്തിലും മന്ത്രി പങ്കെടുത്തു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യമാണ് നമ്മൾ വളരെ അടിയന്തരമായി രാജേട്ടന്റെ കൂടെ സൗകര്യം അനുസരിച്ച് ഇത്തരമൊരു കുടുംബയോഗം ഇതിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പ്രദേശത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ LDF സംഘടിപ്പിച്ച റാലി ശക്തി പ്രകടനമായി മാറി. പോലീസ് മൈതാനിൽ നടന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CC വിപിനചന്ദ്രൻ, NCP സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറ, അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ, PB ഖൈസ്, KS കൈസാബ്, ഷീല രാജ്കമൽ, TP പ്രഭേഷ്, റഹീം പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 1.5 കൊല്ലക്കാരുൾപ്പെടെയുള്ള ഈ കേരളത്തിലെ നല്ല മനുഷ്യനൊന്നാം തീയതി മേപ്പാടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളികളെ കളിപ്പിക്കുകയായിരുന്നു. 1 രൂപ നിങ്ങൾ തന്നില്ല. നിങ്ങൾ പണം തരേണ്ടതോ? നിവാരണ ആക്ടിലെ പലതു പറഞ്ഞ് അപമാനിച്ചു. 5 ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ തീരുമാനം ഹൈക്കോടതിയോട് പറഞ്ഞു. സെക്ഷൻ മലപ്പുറം തിരൂരിൽ നടന്ന ഗോൾഡൻ അബാക്ക സംസ്ഥാനതല മത്സരത്തിൽ മായന്നൂർ ചിറങ്കര സ്വദേശികളായ അഭയ് കൃഷ്ണ 5th ലെവലിൽ 2ാം റാങ്കും അഭിനവ് കൃഷ്ണ 3ാം റാങ്കും കരസ്ഥമാക്കി. ഇരുവരും മായന്നൂർ ചിറങ്കര BS അക്കാഡമിയിലെ വിദ്യാർത്ഥികളാണ്.
കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തിരുവില്ലാമല സ്വദേശിനിയായ 51-കാരൻ സഹായം തേടുന്നു. പൂതനക്കര സ്വദേശി ജയപ്രകാശാണ് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 2 ലക്ഷം രൂപ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ജയപ്രകാശിന് ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബമാണുള്ളത്. അസുഖത്തെ തുടർന്ന് വരുമാനം നിലച്ചതോടെ കുട്ടികളുടെ പഠനവും മുടങ്ങിയ അവസ്ഥയാണ്. നാട്ടുകാരുടെ സഹായത്താലാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. തുടർ ചികിത്സകൾക്ക് ഉദാരമതികളുടെ സഹായം തേടുകയാണ് കുടുംബം. സഹായങ്ങൾ അയക്കേണ്ട വിലാസം എസ് ജയപ്രകാശ്, അക്കൗണ്ട് നമ്പർ 40601001083091, കേരള ഗ്രാമീൺ ബാങ്ക്, തിരുവില്ലാമല ബ്രാഞ്ച്. TCV ന്യൂസ്, തിരുവില്ലാമല. വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യ പിതാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡികളായ സഹോദരങ്ങൾ റിമാൻഡിൽ. ആളൂർ കുട സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന വാഴപ്പിള്ളി ചക്കാത്ത് വീട്ടിൽ ബിജുവിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ഇക്കഴിഞ്ഞ 2-ാം തീയതി രാത്രിയിലായിരുന്നു സംഭവം. കേസിൽ ബിജുവിന്റെ മകളുടെ ഭർത്താവ് പുല്ലൂർ ഊരകം സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ ജിറ്റ്, സഹോദരൻ റിറ്റ് എന്നിവരാണ് അറസ്റ്റിലായത്. ആളൂർ SI KT ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് തോട്ടിൽ നിന്ന് 10 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. അന്തിക്കാട് 3-ാം വാർഡ് LDF സ്ഥാനാർത്ഥി അശ്വതി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് മലമ്പാമ്പിനെ കണ്ടത്. സ്ഥലത്തെത്തിയ അനിമൽ സ്ക്വാഡ് ലീഡർ PR റജിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. കാക്കശ്ശേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ 3-ാമത് ദേശവിളക്കും അന്നദാനവും നടന്നു. തന്ത്രി പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ബാലചന്ദ്രൻ എമ്പ്രാതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി രാമസുബ്രഹ്മണ്യ അയ്യർ, പ്രസിഡന്റ് പ്രതാപൻ വടക്കത്ത്, മാതൃസമിതി പ്രസിഡന്റ് സരസ്വതി അജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,910 രൂപ, പവന് 95,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കുന്നംകുളം കിഴൂർ പൂരത്തിനിടെ കമ്മിറ്റികൾ തമ്മിൽ സംഘർഷം, പോലീസ് ലാത്തി വീശി. ആനകളെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് ആദ്യം പ്രവേശിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കൊടകര കുഴൽപ്പണ കേസിന്റെ വിചാരണ കൊച്ചിയിലെ PMLA കോടതിയിലേക്ക് മാറ്റണമെന്ന് ED. ഷൊർണൂർ തൃശൂർ റെയിൽപാതയിൽ ഗുഡ്സ് ട്രെയിനിന്റെ വീൽ സ്ലിപ്പായതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ 1 മണിക്കൂറോളം നിർത്തിയിട്ടു. പേരാമംഗലത്ത് ഹോൺ അടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ 3 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. കേച്ചേരി സ്വദേശി കൃഷ്ണകിഷോറാണ് പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.